ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോകുന്നതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് അസർബൈജാനിലേക്കാണ്. മല്ലു ട്രിപ്പ് മേക്കർ എന്ന ഏജൻസി ത്രൂ ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഏജൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. മോർണിംഗ് 4:30ക്കാണ് നമ്മൾ ഫ്ലൈറ്റ്. വിസയിലാണ് പോകുന്നത്. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് വിസയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓഫറൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്നത് അപ്പ് ആൻഡ് ഡൗൺ 350 ദിർഹമാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വിസയിൽ അത്രയും ചീപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിംഗ് കാര്യങ്ങളൊന്നും ഒരിക്കലും അടുത്തടുത്തായിട്ട് കിട്ടില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പം നമുക്ക് കിട്ടിയത് 37, 39 അങ്ങനെയുള്ള സീറ്റാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ആ ഒരു ടൈം ആളുകൾ കുറവായതുകൊണ്ട് നമ്മൾ ഏറ്റവും ബാക്കിലും ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അല്ലാത്ത വശം നമ്മൾ വേറെ വേറെ ഇരിക്കേണ്ടി വന്നേനെ. പിന്നെ ബാഗേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലി ബാക്ക് പാക്ക് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്, അതും 10 kg. ഇനി നമുക്ക് എക്സ്ട്രാ ട്രോളിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതിനും പേ ചെയ്യേണ്ടി വരും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചീപ്പ് റേറ്റിൽ ടിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡോ വാട്ടറോ അങ്ങനത്തെ ഒറ്റൊരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് അസർബൈജാൻ്റെ ക്യാപിറ്റലായ ബാക്കുവിലേക്കാണ് പോകുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട് ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്നോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നോ ഉണ്ടാകുന്ന ടൈം എന്ന് വെച്ചാൽ ജാനുവരി ടു മാർച്ച്, ആ ഒരു ടൈമാണ്. നമ്മളിപ്പോൾ ഏപ്രിൽ 18 പോകുന്നത്. ആ ഒരു ടൈമാണെങ്കിൽ സ്നോ ഉണ്ട്. പക്ഷേ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജാനുവരി ടു മാർച്ച് അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ വിസേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ UAE വിസയുള്ളവർക്ക് ഓൺ അറൈവൽ വിസയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് വിസ എടുക്കുകയാണെങ്കിൽ കുറേ ടൈം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ വിസയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് കുറേ ടൈം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നിട്ട് വിസയൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ വിസയുടെ ചാർജ് ആണെങ്കിൽ ഒരാൾക്ക് 100 ദിർഹത്തിനുള്ളിൽ അങ്ങനെയേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 3 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മൾ ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7:30ക്കാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ഇനി ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകണം. പിന്നെ അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ പാടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം ഒരു 8:15 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടൽ ഉള്ളത് ബാക്കു സിറ്റിയിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ടാവും നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണിത്. നമ്മൾ ടെർമിനൽ 2ലാണ് എത്തിയിട്ടുള്ളത്. ഈ ടെർമിനൽ 2 എന്ന് പറയുന്നത് കുറച്ചൊരു ചെറിയൊരു എയർപോർട്ടാണ്. 1 എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് കാറിലേക്ക് ബാഗൊക്കെ വെച്ചു. നമ്മളിനി ഹോട്ടലിലേക്ക് പോവുകയാണ്. പിന്നെ സിം കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സിം എടുക്കുന്നതിന് 35 മനാത്താണ് ആയത്. അതായത് ഒരു 70 ദിർഹം ആണ് സിം കാർഡിന് ചാർജ് ആയിട്ടുള്ളത് കേട്ടോ. അസർബൈജാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദി ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അസർബൈജാൻ അറിയപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. നമ്മളിപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ കറൻസിക്ക് പറയുന്ന പേരാണ് മനാത്ത്. നമ്മുടെ UAE ദിർഹം, ഇന്ത്യൻ റുപ്പീസ് എന്നൊക്കെ പറയുന്നത് പോലെ അസർബൈജാനിൻ്റെ കറൻസിക്ക് പറയുന്ന പേരാണ് മനാത്ത്. അപ്പോൾ ഏകദേശം ഒരു മനാത്ത് എന്ന് പറയുന്നത് UAE ദിർഹം ഒരു 2.1 ആ ഒരു റേഞ്ചിലായിട്ട് വരും. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഏകദേശം 40-45 അങ്ങനെയാണ് ഒരു മനാത്തായിട്ട് വരുന്നത്. അസർബൈജാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു മുസ്ലിം കൺട്രിയാണ്. പക്ഷെ നമുക്ക് അവിടെ പോയാൽ അങ്ങനത്തെ ഒരു ഇതും കാണാൻ വേണ്ടി പറ്റില്ല. കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ കാണുന്നതാണ് 2015 യൂറോപ്യൻ ഒളിമ്പിക്കിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്ത സ്റ്റേഡിയമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ബാക്കു സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ അടിപൊളിയേനും ബിൽഡിംഗ് ഒക്കെ പക്ക ഒരു യൂറോപ്യൻ സ്റ്റൈലിലേനും ഉണ്ടായത്. പിന്നെ ഈ കാണുന്നതാണ് ഹൈദരലി സെൻറ്റർ. അപ്പോൾ ഇവിടേക്ക് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഒരു
9:10 9:15 അങ്ങനെ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ റൂമിലേക്ക് എത്തിയത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 to 10 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ 10 കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം റൂമിലേക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രെഡ്, സോസേജ്, എഗ്ഗ്, നൂഡിൽസ്, പിന്നെ കപ്പ് കേക്ക്, പിന്നെ കുറേ ബേക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് പറയാനുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് ടീ. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ UAE-യിലാണെങ്കിലും നമ്മൾ ഹോട്ടലിൽ പോയി ആദ്യം തരുന്നത് നമുക്ക് വാട്ടർ ആയിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ പോയാലും കണ്ടത് നമുക്ക് വാട്ടർ തരുന്നുണ്ടായിട്ടില്ല. വാട്ടർ വേണമെങ്കിൽ നമ്മൾ ചോദിക്കുക. കൂടുതലും നമുക്ക് മെയിനായിട്ട് തരുന്നുണ്ടായത് ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലാക്ക് ടീ ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ വേഗം റൂമിലേക്ക് പോയി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഒരു 5 മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അതിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് ബാക്കു സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഏജൻസി ത്രൂ ഉള്ള ട്രിപ്പ് തുടങ്ങുന്നത് April 20th. അപ്പോൾ നമ്മൾ 2 days മുന്നേ നമ്മൾ പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പോകുന്നതൊക്കെ നമ്മൾ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സി പിടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു ബോൾട്ട് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അതുവഴി നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഈ ബോൾട്ട് എന്നുള്ള ആപ്പ് വെച്ചിട്ട് ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചാർജൊക്കെ വരുന്നത് അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട് ആകെ ആയതൊരു 2 മനാത്ത് അങ്ങനെയാണ്, അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ UAE-യിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ ഇവിടുന്ന് നമ്മൾ എത്ര ടൈം ബ്ലോക്കിലായാലും നമുക്ക് ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ എത്രയാണോ റേറ്റ് കാണിച്ചിട്ടുണ്ടായി അത്രയും നമുക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ അസർബൈജാനിലെ ഫുഡ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കാണെങ്കിലും ചില കാര്യങ്ങളും ചില ഫുഡും എനിക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോൾട്ട് എന്നുള്ള ആപ്പ് വെച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോൾട്ട് വഴി ഓർഡർ ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബോൾട്ട് എന്നുള്ള ആപ്പ് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതില് വീണാന്ന് എനിക്കറിയില്ലേ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു നടന്നതിന് ശേഷം ബോൾട്ട് ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ട് ഈ ബാക്കുവിൽ തന്നെയുള്ള ഡെനിസ് മാളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് അത്രേ പോകാനുള്ള ഒരു 5 മിനിറ്റ് അത്രേ ഉണ്ടാവും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഡെനിസ് മാൾ. നമ്മൾ ഡെനിസ് മാളിലേക്ക് എത്തി. ഈ ഡെനിസ് മാൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ലോട്ടസ് പോലെയാണ് കേട്ടോ. നമ്മളൊരു വിരിഞ്ഞു നിൽക്കുന്ന ഒരു ലോട്ടസ് കാണുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഡെനിസ് മാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെനിസ് മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാസ്പിയൻ സീൻ്റെ അടുത്തായിട്ടാണ് ഈ ഡെനിസ് മാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പുറത്തുനിന്ന് ഡെനിസ് മാളിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു സീയുടെ സൈഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ. മാളിലേക്ക് പോയിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടേനും. റൂമിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഈ മാളിലെത്തുമ്പോൾ 6 മണി അങ്ങനെയൊക്കെ ആയിന്. അപ്പോൾ അതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ലേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിട്ട് നമ്മൾ KFC-യും പിസയാണ് ഓർഡർ ആക്കിയത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവരുടെ ലാംഗ്വേജായി അസർബൈജാനി മാത്രമാണ് സംസാരിക്കുന്നുണ്ടായത്.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ പറയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടേനു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാളിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി. ശരിക്കും അടിപൊളിയേനും കാണാൻ വേണ്ടിയിട്ട്. ആ കാസ്പിയൻ സീൻ്റെ സൈഡിലായിട്ടില്ലേ ഈ മാള് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് കാർപ്പറ്റ് മ്യൂസിയം. ഒരു കാർപ്പറ്റ് മടക്കി വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവും അതുപോലെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഫ്ലെയിം ടവർ. നൈറ്റ് ഇതിൽ നിന്നൊരു തീ പോലെ തോന്നുന്ന ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നൈറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡെനിസ് മാളിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും കഴിക്കാലോ എന്ന് കരുതിയിട്ട് വീണ്ടും പുറത്തേക്ക് പോയി. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ജാക്കറ്റ് ഒന്നും എടുക്കാണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് നല്ല പണിയാണ് തന്നത്. തണുത്തിട്ട് വിറച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും ടൈം ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഷോപ്സൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊന്നും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ചൊന്നും നടക്കേണ്ടി വന്നു ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മളൊരു കഫേയിലേക്ക് എത്തി. അപ്പോൾ അവിടുത്തെ ലേഡീനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂല, അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു അവർ. നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്ന് അവിടെ വിളിച്ച് ചോദിച്ചത് ഓപ്പൺ ആണോ എന്ന്. എന്നിട്ട് അവിടത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ഇതാക്കിയിട്ട് നമുക്ക് പറഞ്ഞൊക്കെ തന്നു. അവരെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ആ ഹോട്ടലിലേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇത് നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, നല്ല ട്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുക ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അസർബൈജാനിൽ കാണാൻ ഇനിയും കുറേ കാഴ്ചകളുണ്ട്. അടിപൊളി പ്ലേസ് ആണ് അസർബൈജാൻ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഹിസ്റ്റോറിക്കൽ പ്ലേസും മഡ് വോൾക്കാനയും കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ, സീ യു.